ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ബി.ജെ.പി സ്ഥാനാർത്ഥികളിൽ 4-1 പേരും കൂറുമാറിയവർ. ബി.ജെ.പി പ്രഖ്യാപിച്ച 417 സ്ഥാനാർത്ഥികളിൽ 116 പേരും കോൺഗ്രസ് അടക്കം മറ്റു പാർട്ടികളിൽ നിന്നും ചേക്കേറിയവരാണ്. ബി.ജെ.പിയിലെത്തിയ 23 പ്രമുഖ പ്രതിപക്ഷ രാഷ്ട്രീയക്കാർ അഴിമതി കേസുകളിൽ പ്രതികളായവും പിന്നീട് അന്വേഷണ ഏജൻസികളിൽ നിന്നും ഇളവ് നേടിയവരാണെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി അണിനിരത്തുന്ന സ്ഥാനാർത്ഥികളിൽ 28% പേരും ഓപ്പറേഷൻ താമര വഴിയും അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തിയും മറ്റ് പാർട്ടികളിൽ നിന്നും മറികണ്ഠം ചാടിയവരാണ്. ബി.ജെ.പി പ്രഖ്യാപിച്ച 417 സ്ഥാനാർത്ഥികളിൽ 116 പേരും കോൺഗ്രസ് ഉൾപ്പെടെ പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും ചേക്കേറിയവർ. അതായത് ബി.ജെ.പി സ്ഥാനാർത്ഥികളിലെ 4-ൽ ഒരാൾ പാർട്ടി മാറി വന്നവരാണെന്ന ചുരുക്കം. കൂറുമാറ്റക്കാരിൽ ഏറ്റവും കൂടുതൽ കോൺഗ്രസ് നിന്നാണ്. കോൺഗ്രസ് വിട്ടുവന്ന 37 പേർക്കാണ് ബി.ജെ.പി ഇത്തവണ സീറ്റ് നൽകിയത്. 9 സ്ഥാനാർത്ഥികൾ ബി.ആർ.എസ് വിട്ടുവന്നവരും 8 പേർ ബി.എസ്.പി ബന്ധം ഉപേക്ഷിച്ചവരും തൃണമൂൽ കോൺഗ്രസിൽ നിന്നും 7, ബിജു ജനതാദളിൽ നിന്നും 6 എന്നിങ്ങനെ നീളുന്നു വരുത്തന്മാരുടെ പട്ടിക. കൂടാതെ എൻ.സി.പി, എസ്.പി, എ.ഐ.എ.ഡി.എം.കെ എന്നിവിടങ്ങളിൽ നിന്നും 6 വീതവും കൂറുമാറി ബി.ജെ.പിയിലെത്തി സീറ്റൊപ്പിച്ചവരാണ്. കൂറുമാറ്റ രാഷ്ട്രീയം ഏറ്റവും അധികം നടന്ന ഭരണകാലം കൂടിയായിരുന്നു മോദി സർക്കാരിൻ്റെ 10 വർഷം. കുതിരക്കച്ചവടത്തിലൂടെ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട കർണാടക, മധ്യപ്രദേശ്, മണിപ്പൂർ, അരുണാചൽ, മഹാരാഷ്ട്ര സർക്കാരുകളെയാണ് 10 വർഷത്തിനിടെ ബി.ജെ.പി അട്ടിമറിച്ചത്. ബി.ജെ.പിയിലേക്ക് എത്തിയാൽ രാഷ്ട്രീയ നേതാക്കളുടെ അഴിമതി കേസുകളും ഇല്ലാതാകുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കും മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി അശോക് ചവാനുമെതിരായ നിയമ നടപടികൾ എങ്ങനെയാണ് സ്തംഭനാവസ്ഥയിലെത്തിയതെന്നും ശ്രദ്ധേയം. 2019 ബി.ജെ.പിയുടെ പാർലമെന്റ് അംഗങ്ങളിൽ 303 പേരിൽ 112 പേരും കോൺഗ്രസ് വിട്ട് ചേക്കേറിയവരായിരുന്നു. 2024 ആകുമ്പോൾ കൂറുമാറ്റക്കാരുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് ഉണ്ടായതെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. കൈരളി ന്യൂസ്, ദില്ലി.